ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഒരു ഫുൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടോ പോണത്. നല്ല അടിപൊളി ടേസ്റ്റി തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കട്ടോ. വളരെ സിമ്പിളായിട്ട് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണതെന്ന് നമുക്ക് പോയി കണ്ടാലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഫുൾ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. അത് 4 പീസാക്കിയതാണ് ഈ കാണുന്നത്. ഇനി ഇത് നമുക്ക് നല്ലോണം കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം നല്ല ആയത്തിൽ വരട്ടെടുക്കട്ടോ. അതാകുമ്പം മസാല നല്ല പിടിക്കാനും പിന്നെ വേഗം വെന്ത് കിട്ടാനും എളുപ്പമാവും കേട്ടോ. അങ്ങനെ ഞാനിത് എല്ലാ പീസും ഇതുപോലെ നല്ല ആയത്തിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുള്ളത്, പിന്നെ 1 ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ഇതിൽ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കണത്. ഇതാകുമ്പോൾ ചിക്കനിൽ നല്ലോണം തേക്കാൻ എളുപ്പമാവും. അപ്പം നമുക്ക് ഈ മസാല ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കട്ടോ. അപ്പം നമ്മൾ ആയത്തിൽ കീറിയ ഭാഗത്തൊക്കെ മസാല നല്ലോണം തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതവിടെ എല്ലാ പീസും നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് മാറ്റി വെക്കട്ടോ. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ മസാലയ്ക്ക് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലേൻ്റെ പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് കേട്ടോ, പിന്നെ 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1/2 ടേബിൾ സ്പൂണ് കസൂരി മേത്തി. ഇത് നമ്മൾ നല്ലോണം കയ്യിലിട്ട് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഇടുന്നതാവട്ടോ ബെറ്റർ. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരാട്ടോ ചേർക്കുന്നത്. പിന്നെ ഒരു ഇത്തിരി ഉപ്പും ചേർക്കുന്നുണ്ട്. നേരത്തെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു മസാലയ്ക്ക് ഒരു ഇത്തിരി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ചിക്കൻക്ക് ഈ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കട്ടോ. മസാല എല്ലാ ഭാഗത്തായിട്ട് നല്ലോണം തേച്ച് കൊടുക്കുക. അതാകുമ്പം ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അങ്ങനെ ഞാനിതാ എല്ലാ ചിക്കനും നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് ഫ്രീസർക്ക് വെക്കട്ടോ. എനിക്കത്ര സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 4-5 മണിക്കൂറാട്ടോ വെക്കണത്. ഏകദേശം ഒരു ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാവും കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഒരു 3 മണിക്കൂർ മുമ്പ് തന്നെ ഫ്രീസറിന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമത്തെ ഈ ഒരു ഫ്രീസൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ആദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ആയിട്ടാണ് ഫസ്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ 10 മിനിറ്റിൻ്റെ ശേഷം ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റിനെ ആക്കി ഫ്രൈ ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ അടിപൊളി തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചപ്പൊക്കെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ ഹോം മെയ്ഡായിട്ട് ഞാനിവിടെ മയോണൈസ് ഉണ്ടാക്കിനി. പിന്നെ ഒരു ഓനിയൻ്റെ പീസും പിന്നെ ഒരു ചെറുനാരങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിക്ക് നമ്മൾ കുബൂസേനി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അതായതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സിമ്പിൾ മസാലകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.